അപ്പോൾ വളരെ ടേസ്റ്റി ആയൊരു വെളുത്തുള്ളി അച്ചാറിൻ്റെ റെസിപ്പി നോക്കാം. ഈ അച്ചാർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ എന്നിട്ട് ചാറൊക്കെ നല്ല കറക്റ്റ് പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഏത് അച്ചാർ ഉണ്ടാക്കുമ്പോഴും പഴകും തോറുമാണ് ഈ അച്ചാറിന് ടേസ്റ്റ് കൂടുക. ഞാൻ ഈ അച്ചാർ 1-2 വർഷമൊക്കെ സൂക്ഷിച്ച് വെക്കാറുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഈ വെളുത്തുള്ളിയിലേക്കൊക്കെ അതിൻ്റെ എരിവും പുളിയും എല്ലാം പിടിച്ച് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. വെളുത്തുള്ളി ഇങ്ങനെ ചവച്ച് തിന്നാനായിട്ട് നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കണം. അതുപോലെ ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകല്ലേ. ഇനി ഞാനിവിടെ അച്ചാർ ഉണ്ടാക്കാനായിട്ട് 3/4 കിലോ വെളുത്തുള്ളി കഴുകി തൊലിയെല്ലാം കളഞ്ഞ ശേഷം 1-2 തവണ കഴുകി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലൊരു 1 മിനിറ്റ് നേരം കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്നുകൂടി കഴുകി നമുക്കിതൊരു ടർക്കിയിലേക്ക് മാറ്റി കൊടുക്കുക. ഇതിൻ്റെ വെള്ളമൊക്കെ ഒപ്പി തീരെ ജലാംശമൊന്നും ഇല്ലാണ്ട് വേണം നമുക്ക് അച്ചാറുണ്ടാക്കാം. അങ്ങനെയാകുമ്പോഴാണ് കൂടുതൽ കാലം കേടാവാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുക. അതിലേക്ക് തന്നെ അതേ വെള്ളത്തിലേക്ക് തന്നെ ഞാൻ ഇഞ്ചി കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട്. 100 ഗ്രാം ഇഞ്ചിയാണ് എടുത്തത്. പിന്നെ 20 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് നല്ലോണം ഒന്ന് ഒപ്പി തീരെ വെള്ളത്തിൻ്റെ അംശം ഇല്ലാണ്ട് മാറ്റിയെടുക്കണം. അതിനുശേഷം ഇഞ്ചിയും പച്ചമുളകും ഒന്ന് മുറിച്ചിട്ട് കൊടുക്കണം. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കാനുള്ള ചീനച്ചട്ടി ഞാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 100 ഗ്രാം നല്ലെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കഴുകി തുടച്ച് വെച്ച ആ വെളുത്തുള്ളി ഇതിലേക്ക് അങ്ങോട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് നല്ല കളറൊന്നും മാറി വരുമൊന്നും വേണ്ട കേട്ടോ. ചെറുതായി ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ഞാനിവിടെ കുറച്ച് സമയം ഒരു മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിന് നമുക്കിത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ഇങ്ങനെയാക്കുമ്പോൾ ആ അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. മാത്രമല്ല വെളുത്തുള്ളി പെട്ടെന്ന് അങ്ങ് വാടി ചീഞ്ഞ് കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് തന്നെ കടുക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ച ഇഞ്ചിയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ചെറുതായി അരിഞ്ഞ് വെച്ച പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ചേർക്കാനുള്ളത് കറിവേപ്പിലയാണ്. ഞാനിവിടെ 5 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അതും കഴുകി തുടച്ച് വെച്ചതാണ്. അതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ പച്ച ചുവ മാറുന്നവരെ നമുക്ക് നല്ലോണം വഴറ്റി കൊടുക്കുക. അതിനുശേഷം വേണം കേട്ടോ നമുക്കിതിലേക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക. ഇപ്പം കണ്ടില്ലേ, അതൊക്കെ ആ കറിവേപ്പിലേക്ക് ഒന്ന് ചെറുതായി വന്ന് ഇഞ്ചിയൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പച്ച ചുവയൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം മഞ്ഞൾപ്പൊടിയാണ് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ കാശ്മീരി മുളകും നല്ല മുളകും കൂടി അരച്ചെടുത്തതാണ്. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളകും 1 ടേബിൾ സ്പൂൺ സാധാരണ മുളകും കൂടി അരച്ചെടുത്തതാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മളിങ്ങനെ അച്ചാറുണ്ടാക്കുമ്പോൾ അരച്ച് ആ മുളക് ചേർത്ത് കൊടുത്ത അച്ചാറിന് നല്ലൊരു കൊഴുപ്പും കട്ടിയും കിട്ടും. മാത്രമല്ല ഈ മുളക് പെട്ടെന്ന് കരിഞ്ഞ് മൂത്ത് പോകുന്നില്ല. സാവകാശം നമുക്ക് ഇളക്കി മൂപ്പിച്ചെടുത്താൽ മാത്രം മതി. ഇങ്ങനെ മുളകിൻ്റെ കളറ് മാറുന്ന സമയം വരെ നമുക്ക് അരച്ചെടുക്കാം. അതിനുശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ചതച്ച കടുകാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നല്ലോണം എല്ലാം കൂടി ഒന്നുകൂടി ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം അതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തത്. പിന്നീട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1/4 കപ്പ് നല്ല തിളച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിന് ഈ സമയം തന്നെ എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടെ. ഞാൻ നോക്കിയപ്പോൾ ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. ഞാൻ അതുകൂടി അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ അരപ്പൊക്കെ നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ആ വെളുത്തുള്ളി അങ്ങ് ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഇട്ട് തിളപ്പിച്ചൊന്നും വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നല്ലോണം ഒന്ന് ഈ നിരന്ന ഒരു തിള വരുമല്ലേ, അതുവരെ തിളപ്പിച്ചാൽ മാത്രം മതി. നല്ലോണം അങ്ങ് തിളപ്പിച്ചെടുത്ത് പോകുമ്പോൾ അത്രയൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മുടെ അച്ചാർ നിന്ന് തന്നെ അത് ചീഞ്ഞ് പിടിച്ച് വരണം. അതിൻ്റെ ഉപ്പ് എരിവൊക്കെ അന്നേരം ആ അച്ചാറിന് രുചി ഉണ്ടാവും.
ഇനി ഞാനിത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇപ്പം കണ്ടില്ലേ, ഇതേപോലെ തിളച്ച് വരുന്നത് ഞാൻ ഇങ്ങനെ ആയാൽ മതി കേട്ടോ. ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ്. ചൂടാറുമ്പോൾ നമുക്കിത് നല്ല കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കുക. ചില്ല് കുപ്പിയിൽ തന്നെ ഇട്ട് കൊടുക്കണം അച്ചാറൊക്കെ. പ്ലാസ്റ്റിക് കുപ്പീനെക്കാട്ടും നല്ലത് ചില്ല് കുപ്പിയിൽ ഇട്ട് കൊടുക്കുന്നതാണ്. അതും നല്ലോണം കഴുകി വെയിലത്ത് തുടച്ച് വെച്ച ചില്ല് കുപ്പിയിൽ ഇട്ട് കൊടുക്കണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാം. ഞാനിതിപ്പോൾ വെയിലത്ത് കഴുകി ഉണക്കി വെച്ച കുപ്പിയാണ്, അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കുപ്പി നിറയെ ഉണ്ടായിരുന്നു, ബാക്കി ഞാൻ ചെറിയൊരു കുപ്പിയിലേക്കും കൂടി മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റിയായ അച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട്. എത്ര കാലം വേണേൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണേ, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകല്ലേ. നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം.